ഹായ് ഫ്രണ്ട്സ്, ക്യൂബർ എന്റർടൈൻമെന്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ തമ്പനയിൽ കണ്ടുപോലെ നമ്മളൊരു വ്യത്യസ്ത പൂക്കളം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശരത്ത് വരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനതിൻ്റെ മധ്യഭാഗം ഏതാണ്ട് ലെവലായി കിട്ടുവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാവും എന്താവും എന്നുള്ള ഒരു ഐഡിയ ഇല്ല, അങ്ങ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ പൂക്കളം സെറ്റ് ചെയ്യാൻ എടുക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും കുറവ് ഏതാണോ അത് വെച്ചാണ് നമ്മൾ പൂക്കളം ആദ്യം സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഓണത്തിനൊരു പ്രത്യേകത വേണമെന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അത് വർക്ക്ഷോപ്പ് മേഖലയിൽ നിന്നായതുകൊണ്ട് പരമാവധി നമ്മൾ വർക്ക്ഷോപ്പിൽ ഇടുന്നൊരു പൂക്കളം അത് നമ്മളുടെ മാറ്റിയ വസ്തുക്കൾ കൊണ്ട് എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് മനോഹരമാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഈ പൂക്കളം നിർമ്മിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. നമുക്ക് ഈ പൂക്കളം ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരാളും എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൽ അത് ആഡ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടി ആഡ് ചെയ്യാമായിരുന്നു എന്ന രീതിയിലുള്ള ഒരു ടോക്കും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി നമ്മളിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് എത്ര മനോഹരമാക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ പൂക്കളം സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഐഡിയ ഇത് എവിടെ എത്തുന്ന നിൽക്കും, എന്താണ് ഇതിൻ്റെ ഫലിതഫലം ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു ഇഷ്ടം കൊണ്ട്, അഥവാ നമുക്ക് മലയാളികൾക്ക് പൂക്കളം ഇല്ലാത്തൊരു ഓണമില്ല. ആ ഓണം പൂക്കളം ഇല്ലെങ്കിൽ നമ്മളത് ഓണമായിട്ട് അംഗീകരിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വർക്ക്ഷോപ്പ് മേഖലയിൽ നിൽക്കുമ്പോൾ അത് എത്രത്തോളം മനോഹരമാക്കുക, അഥവാ വണ്ടിയുടെ ഉപയോഗിച്ച പാർട്സുകൾ കൊണ്ട് എത്രത്തോളം ആ വസ്തു ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങിയൊരു കാര്യം കൂടിയാണ് ഈ പൂക്കളം എന്നുള്ളത്. ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ പരമാവധി വാഹനങ്ങളുടെ ഉപയോഗശൂന്യമായുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഓരോ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പൂക്കളവും അതുപോലെ തന്നെ അതിമനോഹരമായ രീതിയിൽ നമ്മൾ ഒരു വസ്തു നിർമ്മിച്ച് അതിൻ്റെ പരമാവധി ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്നതിൽ നിന്ന് വ്യത്യസ്തരമായി ആ വസ്തുക്കൾ കൊണ്ട് എങ്ങനെ നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യവും. ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അത് ഞങ്ങൾ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വർക്ക്ഷോപ്പ് മേഖലയിൽ സ്ക്രാപ്പിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് ഒരു വർക്ക്ഷോപ്പിന് കാര്യങ്ങൾ നടന്നു പോകാൻ സ്ക്രാപ്പ് എന്ന് പറയുന്നൊരു കാര്യം അത് എത്രത്തോളം ഉപകാരം ചെയ്യുന്നുള്ളത് വർക്ക്ഷോപ്പ് മേഖലയിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും. അത് നമ്മൾ വീടുകളിൽ ഉണ്ടാകുന്ന സ്ക്രാപ്പ് തന്നെ നമ്മൾ ആൾക്കാർ വരുമ്പോൾ തൂക്കി വെക്കുകയും അതിൽ നിന്ന് പൈസ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അത്തരത്തിലുള്ളൊരു പരിപാടി ഉപേക്ഷിച്ച് ക്യൂബർ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ചാനൽ തുടങ്ങുകയും അതിൽ പ്രകാരം നമ്മൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് അതിമനോഹരമായ കാര്യങ്ങൾ ഉണ്ടാക്കുകയും അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ വിജയമായിട്ടാണ് ഞങ്ങൾ ഇതുവരെ കണ്ടത്. അപ്പോൾ നമ്മൾ പൂക്കളത്തിൻ്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കുന്നുള്ളത്. ശരത്താണ് കൂടുതലും പണിയെടുക്കുന്നത്. ഞാനതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കണ്ടപ്പോൾ എന്താ കുറച്ച് ബെയറിങ് കാര്യങ്ങൾ സെറ്റാക്കാനായിട്ട് അതിൽ നിന്നപ്പോൾ ശരത്ത് അതിമനോഹരമായി നമ്മൾ പൂക്കളത്തിൻ്റെ ഔട്ട് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവേ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഞാൻ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിരിഞ്ഞ് നടക്കുകയാണ്. അത്യാവശ്യം ക്ലീനിങ് കാര്യങ്ങളായിട്ട് പോവുകയാണ്. ശരത്തിനോട് അതിൻ്റെ ഇടയ്ക്ക് ഡയലോഗ് അടിക്കുന്നുണ്ട്. ശരത്താണെങ്കിൽ സ്പീഡിൽ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അവൻ്റെ ഡയലോഗൊക്കെ നേരമില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കാലിനൊക്കെ ഒരു ചെറിയ ആണിയും കാര്യങ്ങളും തറച്ചുകൊണ്ട് ഞാനതിൽ ചെരുപ്പിട്ടുണ്ട്. അപ്പോൾ പൂക്കളത്തിൻ്റെ ഇടയ്ക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ സാധാരണ യൂസ് ചെയ്യാത്തതാണ്. ക്ലീനിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ടും നമ്മളത് പൂവല്ല എന്നുള്ളത് കൊണ്ടുമാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെരുപ്പിട്ടതൊരു തെറ്റാണ്, നിങ്ങളത് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ പൂക്കളം എത്ര മനോഹരമാക്കാനുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോൾ ചുറ്റുപാടും വളരെ വൃത്തിഹീനമായതുള്ളത് കൊണ്ടും നമ്മൾ പരമാവധി അത് ഗുജറി ഐറ്റംസ് ആയതുകൊണ്ടും കൈയും കാലൊക്കെ മുറിയുന്നത് കൊണ്ടുമാണ് ചെരുപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര സ്പീഡിലല്ല ക്ലീൻ ആക്കിയത്, ലൂപ്പ് ബോട്ടിലിട്ട് സ്പീഡാക്കി എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ പൂക്കളിട്ടതിന് ശേഷം പേരെഴുത്തും ചുറ്റുപാട് ക്ലീൻ ആക്കലും തന്നെയാണ് നമ്മൾ അടുത്ത പടി എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് നമ്മൾ പേരെഴുതുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ആദ്യം ചോക്ക് കൊണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കെങ്കിലും റെഡി ആയില്ല. അതിനുശേഷം നമ്മൾ പാഡ് ലെവലായിട്ട് വെച്ച ശേഷമാണ് നമ്മൾ പേരൊക്കെ എഴുതി വെച്ചത്. അതിനുശേഷം നമുക്കൊന്ന് പൂക്കള ഇട്ട മോഡൽ മാത്രം പോരല്ലോ, ഒന്ന് കളർഫുൾ ആക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അഭിപ്രായം പെയിൻറ് ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു. എന്നാൽ ശരത്തിന് ഭയങ്കര നിർബന്ധം അത് പെയിൻറ് ചെയ്തേ പറ്റൂ, അതാണ് കുറച്ചുകൂടി നല്ലത്. പൂക്കളാകുമ്പോൾ പൂക്കളൊരു ഫീല് കിട്ടണ്ടേ, അതിനുവേണ്ടി പെയിൻറ് വേണമെന്നില്ല. ഞാൻ പറഞ്ഞു പൈസ കളയണ്ട, നമുക്ക് തൽക്കാലം ഇങ്ങനെ മതി, അടുത്ത കൊല്ലം കുറച്ച് വിപുലമായിട്ട് ചെയ്യാം. അപ്പോൾ ശരത്തിന് പൂക്കളം പെയിൻറ് ചെയ്തേ പറ്റും. പിന്നെ കുട്ടികളെ ആഗ്രഹമല്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ കുട്ടികൾ പറയുമ്പോൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമല്ലോ.
അപ്പോൾ അങ്ങനെ പെയിൻ്റ് അടിച്ചോ എന്ന് പറഞ്ഞു. ശരത്ത് ഭയങ്കര ആഗ്രഹത്തോടെ പറഞ്ഞതുകൊണ്ട് വളരെ സ്പീഡിലാണ് പെയിൻ്റ് അടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞത്. അപ്പോൾ പൂക്കളം എന്ന് പറയുന്നത് പൂവിൻ്റെ കളറുകൾ നിറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കളർ അടിച്ചതിന് ശേഷമുള്ളതാണോ അതിന് മുമ്പുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ വീഡിയോയിലൂടെ അവസാനം ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ആദ്യം നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ കളർ ചെയ്യുന്നത് നമുക്ക് ആ വെച്ചത് എന്താക്കാം, രണ്ടാമത് എടുത്തിട്ട് കളർ ചെയ്തിട്ട് ഓരോന്നും ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വെച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടു. പെയിൻ്റ് അടിക്കേണ്ട ഞാൻ അഭിപ്രായം പറഞ്ഞു, പെയിൻ്റ് അടിക്കേണ്ട ശക്തി പറഞ്ഞു. അപ്പോൾ ചെറിയ രീതിയിൽ നോക്കിയപ്പോൾ എടുത്തിട്ട് അടിച്ചത് പാടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ച കാര്യങ്ങളോ ആകൃതിയോ അതിൽ കിട്ടണം എന്നില്ല. വെക്കുമ്പോൾ വേറെ മോഡലായിരിക്കും. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഒന്ന് ചെയ്യുമ്പോൾ എന്താവും, അത് ആദ്യം നല്ല പ്രൊഫഷൻ ആയിരിക്കും, രണ്ടാമത് എടുത്ത് കഴിയുമ്പോൾ കുറച്ച് കൂടുതലുള്ള കാര്യങ്ങളൊക്കെ വന്നു ചാൻസ് ഉണ്ട്. അപ്പോൾ ശരത്ത് പറഞ്ഞു നമുക്കെന്നാൽ വെച്ചിട്ടടിക്കാം, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യും. കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആയാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് പോവാം. അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ അത് എനിക്കും നല്ലൊരു ആശയമായി തോന്നി. നമുക്ക് രണ്ടാമത് കഷ്ടപ്പെടണ്ട, നമ്മൾ ഒരു ദിവസത്തെ മുഴുവൻ കഷ്ടപ്പാട് ഇതിൽ തന്നെ കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത് സെറ്റ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം വർക്ക്ഷോപ്പ് തുറക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ സെറ്റിംഗ് ചെയ്ത് രണ്ടാമത്തെ ദിവസം കളർ അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങും. ഓണത്തിൻ്റെ പൂക്കളം ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ കാണലുണ്ടാവില്ല. ഓണം കഴിഞ്ഞിട്ടായിരിക്കും പൂക്കളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അവർ കാണുക. അപ്പോൾ നമുക്ക് കയറി വരുന്ന കസ്റ്റമേഴ്സിന് കാണുമ്പോൾ ഒരു വ്യത്യസ്തമുള്ള അനുഭവം നൽകുക എന്ന രീതിയിലാണ് പൂക്കളം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയത്. നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ന്യൂസ് പേപ്പറൊക്കെ ഉപയോഗിച്ച് പരമാവധി മറ്റേതിലേക്ക് എത്താത്ത രീതിയിൽ കവർ ചെയ്ത് അടിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് അത്രത്തോളം പോസിബിൾ അല്ല. നമ്മൾ ഓരോന്നിലും വെച്ച് അടിക്കുമ്പോൾ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പർ ആവാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇടങ്ങാറുള്ളതുകൊണ്ട് നമ്മളത് വെച്ചിട്ട് തന്നെ പരമാവധി ശ്രദ്ധയോടുകൂടി എല്ലാ ഇതിലേക്കും എത്തുന്ന രീതിയിലാണ് ചെയ്തത്. അതിൽ ഏറ്റവും ടാസ്ക് എന്ന് പറയുന്നത് ഈ ചെയിനിന് പെയിൻ്റ് അടിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ പെയിൻ്റ് അടിച്ച് ഓരോന്നും ആദ്യത്തെ ചെയിനിന് പെയിൻ്റ് അടിച്ച് അതിനുശേഷം റെഡാണ് വന്നത്, നിങ്ങൾ വീഡിയോയിൽ കാണാം. ആ റെഡ് കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ടാമത്തെ ലെയറിൽ വെച്ചപ്പോൾ ആ വൈറ്റ് കളർ കൊടുക്കുമ്പോൾ നമ്മൾ റെഡിലേക്ക് ആകാൻ പാടില്ല. എന്നാൽ ഇപ്പുറത്തേക്ക് എടുക്കുന്ന യെല്ലോ കളറാണ് അടുത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ യെല്ലോ ലൈൻ അടിക്കുന്ന ലൈനറിലായാലും വലിയ വിഷയമില്ല, ഇപ്പോഴും അടിച്ച റെഡിലേക്ക് ആവരുത് എന്നുള്ള നിർബന്ധമായിരുന്നു. കാരണം അത് നമ്മളെ പൂക്കളത്തെ അധികം സാരമായിട്ട് തന്നെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് അടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ യെല്ലോ ആണ് ഔട്ടർ ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. പരമാവധി നമ്മളെ പൂവിൻ്റെ എല്ലാ കളറും കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു തുടങ്ങിയത്. പക്ഷേ സ്പ്രേ പെയിൻറ്റിൽ നമുക്ക് ആഗ്രഹിച്ചിടത്തോളം കളർ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ കളറുകൾ വെച്ച് നമ്മൾ മനോഹരമായി ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ മധ്യഭാഗത്ത് കളറൊന്നും വേണ്ട, നമുക്ക് ഇപ്പോഴുള്ള രീതിയിൽ പോയാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ 2-3 സുഹൃത്തുക്കൾ വന്ന് കാണുകയും അപ്പോൾ കളർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറയുകയും ചെയ്തു. അതിന് നമ്മൾ ഗ്രീനാണ് സെലക്ട് ചെയ്തത്. അവർ തന്നെയായിരുന്നു ഗ്രീന് നിർദ്ദേശിച്ചതും. അപ്പോൾ നമുക്കത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഗ്രീൻ എന്താക്കി ലാസ്റ്റ് അതിൽ സെൻറ്റർ ഭാഗത്ത് ഗ്രീനും കൂടിയാണ് ആഡ് ചെയ്തിട്ട് പൂക്കളത്തിൻ്റെ പരിപാടി മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ പൂക്കളത്തിൻ്റെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു, കളറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഫൈനൽ ലുക്ക് കണ്ടിട്ട് വരാം.
നിങ്ങളെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി കാണാം. അതുവരെ ടിൽ ദെൻ ബൈ ക്യൂ ഫോർ എന്റർടൈൻമെന്റ്.